ദുഃഖം അദ്ദേഹത്തിന്റെ മരണത്തോടുള്ള ദുഃഖമുണ്ട് എങ്കിലും അതിനേക്കാൾ എന്നെ മതിച്ചത് എനിക്ക് ആ മരണത്തില് അദ്ദേഹത്തെ അവസാനമായി കാണാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് ദുഃഖം. പിറ്റേന്ന് 3 മണിക്ക് പുലർച്ചെ 3 മണിക്ക് വയനാട് മക്കൾക്ക് ഇന്റർവ്യൂ ഉണ്ട്. അത് നഷ്ടപ്പെടുത്തണോ അതല്ല ഇദ്ദേഹത്തിന്റെ അവസാന സന്ദർഭത്തിൽ കൂടെ പോകണോ എന്നതാണ് ദുഃഖം. ഞാനൊരു ത്രിശങ്കു സ്വർഗത്തിലായി. ഒന്നുകിൽ അത് ത്യജിച്ച് ഇതിൽ പങ്കെടുക്കണം. മക്കൾ ഉമ്മുൽ ഖുറ എന്ന ഖുർആനിക സ്ഥാപനത്തെ കേരളത്തിലെ അറിയപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു ദിവസത്തെ ഇന്റർവ്യൂവിൽ എൻ്റെ മകൻ ഉൾപ്പെടെ ആലത്തൂരിൽ നിന്ന് 5 ആളുകളെ കൊണ്ടുപോകണം. ഞാൻ സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പകച്ചുപോയി. 3/4 മണിക്കൂറോളം ഉറങ്ങാതെ കഴിഞ്ഞു. MI അദ്ദേഹം ഞാനുമായി ഞാൻ പലപ്പോഴും വൃദ്ധരായ ആളുകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ മനസ്സ് വാർദ്ധക്യം ബാധിച്ചത് കൊണ്ടല്ല, മറിച്ച് പ്രവാചകന്റെ സുന്നത്ത്, പ്രായമായവരെ പരിഗണിക്കാനുള്ള മനസ്സ് അത് ഞാൻ സ്വാംശീകരിച്ചത് കൊണ്ടാണ്, ആഗ്രഹിച്ചത് കൊണ്ടാണ്. പ്രായമായ പലരുടെയും അടുത്തിരുന്ന് കുശലാന്വേഷണങ്ങൾ നടത്തി അവരുടെ വ്യതയും വേദനകളും അറിയുകയും അവരെ സമാശ്വസിപ്പിക്കാനുള്ള വാക്കുകൾ കണ്ടെത്തുകയും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനുള്ള സന്ദർഭങ്ങൾ ആരായുകയുമാണ് പലപ്പോഴും ചെയ്യാറ്. ആ കൂട്ടത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ് MI. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലും നല്ല യൗവനത്തിലും ഒക്കെ അദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദ ബന്ധം, വ്യക്തിബന്ധം സൂക്ഷിക്കാറുണ്ട്. പലപ്പോഴും അദ്ദേഹം എന്താണെന്നറിയില്ല എന്നോട് പലപ്പോഴും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. എന്നെക്കാൾ അറിവുള്ള മനുഷ്യനാണെങ്കിൽ പോലും, എന്നെക്കാൾ പക്വതയും പ്രായവും ഉള്ള ആളാണെങ്കിൽ പോലും പലപ്പോഴും അടുത്തിരുത്തി ചില സംശയങ്ങൾ, ഫിഖ്ഹി മസലകളെ കുറിച്ച്, വ്യക്തിപരമായ ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരു സന്ദർഭം ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. അദ്ദേഹം പ്രായമായി ചെയറിലിരുന്ന് നമസ്കരിക്കാൻ തുടങ്ങുന്ന സന്ദർഭം. അദ്ദേഹം ചോദിക്കുകയാണ്, ചെയറ് നമസ്കാരത്തിൽ ഈ സൊഫിൽ എവിടെയാണ് ഇടേണ്ടത് എന്ന്. സൊഫിൽ പിറകു വശത്ത് കാൽ വെക്കുന്ന, നമ്മുടെ കുതിങ്കാൽ വെക്കുന്ന സ്ഥലത്താണോ ചെയറിന്റെ അവസാനം വരേണ്ടത്, അതല്ല അവിടെയാണോ ചെയറിന്റെ ആദ്യം വരേണ്ടത്? ഞാൻ നിൽക്കേണ്ടത് സൊഫിൽ അണികളോടൊപ്പമാണോ, ചെയറിനെ ഇട്ടുകൊണ്ട് ചെയറിന് മുമ്പിൽ ഞാൻ സൊഫിന് മുമ്പിൽ നിൽക്കണോ? നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അദ്ദേഹം ചോദിച്ചപ്പോ എൻ്റെ ആ സമയത്തെ, വർഷങ്ങൾക്ക് എത്രയോ മുമ്പാണ്, ആ സമയത്തെ മറുപടി ഞാൻ പറഞ്ഞു കൊടുത്തത്, സൊഫിൽ ആ പിറകിൽ വരുന്ന ആൾക്ക് നമസ്കാരത്തിന് ഭംഗമില്ലാതിരിക്കാൻ നിങ്ങൾ മുമ്പിൽ ഇടുന്നതാണ് നല്ലത്. സൊഫിലെ അവസാനത്തെ ഭാഗം, ചെയറിന്റെ അവസാനത്തെ കാലുകൾ വെക്കുക, നിങ്ങൾ മുമ്പിൽ നിൽക്കുക. അദ്ദേഹം അതിൽ തൃപ്തനായില്ല. പ്രവാചകന്റെ സുന്നത്ത് സൊഫിൽ വരി നിൽക്കുക എന്നതല്ലേ. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സന്ദർഭം, എൻ്റെ ഒരു പഠനം, നല്ലത് പിറകിലുള്ള സൊഫ് ഒഴിഞ്ഞിടാതിരിക്കാനുള്ള ഒന്ന്. സൊഫ് പൂർത്തിയാകും, നിങ്ങൾ നിൽക്കുന്നത് ഒരല്പം മുമ്പിൽ, ഇരിക്കുമ്പോൾ അവരെ പോലെ തന്നെ അവരുടെ നമ്മൾ ഒന്നിച്ചാണല്ലോ ഇരിക്കുക. തൃപ്തനായില്ല. എപ്പോഴും തൻ്റെതായ ഒരു വ്യതിരക്തത സൂക്ഷിക്കുന്ന, ആരോടാണെങ്കിലും, എത്ര വിദ്യാഭ്യാസമുള്ള ആളോടാണെങ്കിലും അല്ലെങ്കിലും തന്റെ നിലപാടുകൾ ഉറച്ചു പറയുന്ന, സംശയം ഈമാനിന്റെയും ഇസ്ലാമിന്റെയും അടിസ്ഥാനത്തിൽ ചോദിച്ചു മനസ്സിലാക്കാൻ പ്രായവും പക്വതയും ഉണ്ടായിട്ടും കാണിച്ച വിശാല മനസ്സ്, ഇതാണ് ഞാൻ അതിലൂടെ നോക്കിക്കണ്ടത്. അദ്ദേഹം എപ്പോഴും പ്രാസ്ഥാനിക മിസാജിൽ കാര്യങ്ങളെ വകതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നയാൾ. ഒരുപാട് ആളുകൾക്ക് ഇവിടെ ഇരിക്കുന്ന പലരുടെയും അധ്യാപകൻ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പക്വമായ സംസാരം, പലപ്പോഴും അദ്ദേഹം നടന്നു പോകുന്നത്, വരുന്നത്, യോഗത്തിന് വരുന്നത് പതിയെ, വളരെ മാന്യമായും അതുപോലെ തന്നെ സംസാരമൊക്കെ വളരെ ഹൃദ്യമായും ഒക്കെയാണ് എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അത്തരം പ്രായമായവരെ ചേർത്ത് നിർത്തലാണ് ആ സമയത്തുള്ളവരുടെ സങ്കടങ്ങൾ പോലും നമ്മുടെ സങ്കടമാക്കി മാറ്റുകയും അവർക്ക് സന്തോഷം വരുന്ന വർത്തമാനങ്ങൾ പറയലാണ് നമുക്ക് അവരോട് ചെയ്യാൻ കഴിയുന്ന നന്മ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തെ കൂടെ ഇരുത്തി സംസാരിക്കലും, അല്പനേരം പള്ളിയിൽ വന്നാൽ ജുമുഅക്ക് സംസാരിക്കാതെ പോകാറില്ല അദ്ദേഹത്തോടൊപ്പം.
വരാന്തയിൽ നമസ്കാരത്തിന് മുമ്പേ വന്നിരുന്ന് നമസ്കാരം പ്രതീക്ഷിച്ചിരുന്ന ആൾ, എപ്പോഴും പ്രാസ്ഥാനികമായ അദ്ദേഹത്തിന്റെ കുടുംബത്തില് അദ്ദേഹത്തിന്റെ മകൾ പറഞ്ഞ വർത്തമാനം അവർ അതിന് പൂരിപ്പിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുന്നു. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ മരണം അതീവ ഈമാനികമായിരുന്നു എന്നാണ് കേൾവി. അതീവമായ ഈമാനികമായ അവസാനത്തെ ശ്വാസം പോലും ലാ അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ടുള്ള, അതുപോലും അദ്ദേഹം ഏതോ അർത്ഥത്തിൽ തന്റെ മരണം പ്രതീക്ഷിച്ചു കഴിയുന്നുവോ എന്ന് തോന്നുമാറ് വീട്ടിലെ അദ്ദേഹത്തിന്റെ ഇണ ആ മനുഷ്യന്റെ മരണത്തിന്റെ കാലൊച്ച കേട്ടിട്ട് അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഹൃദ്യമായ ഒരു ഇണ. മക്കൾ അത് കേട്ട് പാതിരാവിൽ ആ മനുഷ്യനോടൊപ്പം ഇരുന്ന് അതും യാസീനും ഒക്കെ ചൊല്ലിക്കൊടുക്കുന്ന, അങ്ങനെ വളർത്തിയെടുത്ത മക്കളും മരുമക്കളും. തീർച്ചയായും ഈ കുടുംബം മാതൃകാപരമാണ്, സന്തോഷകരമാണ്. അദ്ദേഹത്തിന്റെ മരണം സുന്ദരമാണ് എന്നുകൂടെ ഞാൻ ഈ സമരത്തെ അനുസ്മരിക്കുന്നു. കേട്ടതാണ് ഞാൻ ഈ പറയുന്നത്, കേൾക്കാത്തത് പൂരിപ്പിക്കാൻ ഇവിടെയും അവിടെയും ആളുകളുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ സമയം ദീർഘിച്ചത് കൊണ്ട് മാത്രം വാക്കുകൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ ആദരവും നിലനിർത്തി ആ മഹാനോടുള്ള അദ്ദേഹം കാണിച്ച വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള അനുസ്മരണ വാക്കുകളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ആ മനുഷ്യൻ നമുക്ക് മുമ്പിൽ വരച്ചു വെച്ച ജീവിത വഴികളിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ കൊളുത്തിയെടുക്കാനുള്ള, ആ മനുഷ്യൻ പ്രാസ്ഥാനികമായി കാണിച്ച ഈമാനിക ആവേശം നമുക്ക് എത്രമേൽ കൊണ്ടുപോകാൻ കഴിയും, അദ്ദേഹത്തിൽ നിന്നോടൊപ്പം തുടർത്താൻ കഴിയും. ഇതാണ് അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാനുള്ള ആദരം. ആ മനുഷ്യനുമായി ആർക്കെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു തീർത്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാമ്പത്തികമായ ഏതോ അർത്ഥത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ ഇവിടെ ഉണ്ട് എന്നത് കൂടിയാണ്. അങ്ങോട്ട് കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകൾ ഇനി തീർക്കാനുള്ളത് മക്കളോടാണ് എന്ന് കൂടെ സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസൈൻ സാഹിബിനെ, അദ്ദേഹം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നാളെയാണ് അദ്ദേഹത്തിന്റെ 3-ാം നാൾ. അന്ന് സിയാറത്തും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഖബറിൽ സന്തോഷത്തോടെ കിടക്കുകയാണ് എന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിത വഴികളിൽ അദ്ദേഹം കാണിച്ചു തന്ന നന്മകൾ, പറഞ്ഞ വാക്കുകൾ, ചെയ്തികൾ, കർമ്മങ്ങൾ, പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾ എല്ലാം അദ്ദേഹത്തിന് അവിടെ കൂട്ടായി വെളിച്ചമായി തെളിച്ചമായി നാളെ പരലോകത്ത് സ്വർഗമായി ഭവിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന. ആ മനുഷ്യന് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ നന്മകൾ അദ്ദേഹത്തിന് പരലോകത്ത് പുണ്യപ്രവൃത്തിയിലൂടെ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തട്ടെ എന്ന ഹൃദ്യമായ പ്രാർത്ഥന, ഹൃദയംഗമമായ ആഗ്രഹം ആ മനുഷ്യനൊക്കെ കാണിച്ച വഴികളിലൂടെ നമുക്കും ജീവിച്ച് ആ പാതയിൽ തന്നെ മുന്നേറി അങ്ങനെ അതുപോലുള്ള മരണം ഉണ്ടാകണമേ എന്ന അതീവ താല്പര്യത്തോടെയുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സൂചിപ്പിച്ചു. ഒരാഴ്ച മുമ്പാണ് ഇക്കാലം അത്രയും പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ച ഉമർ മാസ്റ്റർ നമ്മോട് വിട്ടു പിരിഞ്ഞത്. രണ്ടുപേർക്കും അല്ലാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നന്മയുടെ തൂക്കമുള്ള തുലാസിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുമാറാകട്ടെ. മുഹമ്മദ് ഹുസൈൻ സാഹിബ് 87 വയസ്സ് വരെ നമ്മോടൊപ്പം ജീവിച്ചു. അത്രയും വയസ്സുള്ള ആരും ഇപ്പോൾ നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പില്ല, ഈ സദസ്സിലുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനം 1950-52 കാലഘട്ടങ്ങളിലാണ് ആലത്തൂരിൽ പിച്ച വെച്ച് നടന്നു തുടങ്ങിയത്. ഇതെല്ലാം കാരണവന്മാരിൽ നിന്ന് അറിഞ്ഞതാണ്. അന്ന് പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നടന്ന ആളാണ് ഹുസൈൻ സാഹിബ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും ഇപ്പോഴില്ല എന്ന് സൂചിപ്പിച്ചു. 10-12
വയസ്സ് താഴെയുള്ളവരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഇസ്ലാമിക പ്രസ്ഥാനം ആ കാലഘട്ടങ്ങളിൽ 50-55 കാലഘട്ടങ്ങളിൽ എത്രത്തോളം എതിർപ്പും കഠിനമായ ശത്രുതാ മനോഭാവത്തോടുകയുമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് മുസ്ലിമേ അല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്ന് യുവത്വമുണ്ടായിരുന്ന ഹുസൈൻ സാഹിബും അതോടൊപ്പം ഉണ്ടായിരുന്ന ധാരാളം ആൾക്കാരും നെഞ്ചു വിരിച്ച് യഥാർത്ഥ ഇസ്ലാം ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടത് എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. ഒരുപക്ഷെ ചിലർ കേട്ടിട്ടില്ലാത്ത മൗദൂദി കമ്പനി ഒരു ബീഡി കമ്പനിയായിരുന്നു. അതിലെ ബീഡി തെരപ്പുകാരിൽ ധാരാളം പേർ മൗദൂദികളായിരുന്നു. അന്ന് മൗദൂദി എന്നാണ് അറിയപ്പെടുക, ജമാഅത്തെ ഇസ്ലാമി എന്നല്ല. ആ ബീഡി കമ്പനി ഒരു ആഗോള ചർച്ച നടക്കുന്ന സ്ഥലമാണ് എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. കശാപ്പിട്ടിലി എന്ന് പറയുന്ന മുമ്പ് രുചി ഹോട്ടൽ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് 1-ാം നിലയിലാണ് ബീഡി കമ്പനി ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എല്ലാ ആഗോള ചർച്ചകളും ഇസ്ലാമിക ചർച്ചകളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സമയം നീട്ടുകയില്ല. ഇപ്പോൾ തന്നെ 9 മണിയായിട്ടുണ്ട്. 4-5 അതിലേറെയോ പേർ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. ആ സമയത്തെല്ലാം അദ്ദേഹം ഇസ്ലാമിക പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. 1985 കാലഘട്ടത്ത് നമ്മുടെ പള്ളി നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ 86 അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അപ്പോൾ മുതലാണ് പലവിധ സംവിധാനങ്ങളും നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലഭ്യമായത്. അദ്ദേഹം നമുക്കെല്ലാം മാതൃകയാക്കേണ്ട ഒരാളാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ മക്കൾ പ്രസ്ഥാന മാർഗത്തിലും ദീനീ മാർഗത്തിലും ഉള്ളവരാണ്. അത് തന്നെയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായിട്ടുള്ളത്. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ ഈ വേദിയെ കാണുന്നത്, ഒന്ന് ആൾക്കൂട്ടമോ ആരവമോ ഇല്ലാതെ എപ്പോഴും പിന്നിൽ നിന്ന് കാര്യങ്ങളെ കാണുന്ന ഒരു മനുഷ്യന് ഇസ്ലാമിക പ്രസ്ഥാനം നൽകുന്ന, പടച്ചവൻ നൽകുന്ന ഒരു അവാർഡിന് മുമ്പ് ഇസ്ലാമിക പ്രസ്ഥാനം നൽകുന്ന മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു സദസ്സിനെ ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് തീർച്ചയായിട്ടും പ്രസ്ഥാന പ്രവർത്തകരോട് അങ്ങേയറ്റം നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. മറ്റൊന്ന്, ഇത് പറയാൻ എനിക്കുള്ള അവസരം നൽകിയത് 2011 ശേഷം 2026 വരെയുള്ള കാലയളവിൽ സഹോദരി ജന്നത്ത് ഹുസൈൻ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചത് കഴിഞ്ഞാൽ കോഴിക്കോടും കാസർഗോഡും കണ്ണൂരുമൊക്കെ പരിപാടികൾ ചെയ്യുന്ന എനിക്ക് ഒരുപക്ഷെ ആലത്തൂരിലെ പ്രസ്ഥാന പ്രവർത്തകരെ അഭിമുഖീകരിക്കാൻ കിട്ടുന്ന ഒരു അവസരവും കൂടിയിട്ടായിരുന്നു. അതും എൻ്റെ പിതാവിനെ സംബന്ധിച്ച് അനുസ്മരിക്കാൻ വേണ്ടിയിട്ട്. അതിലും വളരെ സന്തോഷമുണ്ട്. ഷെയ്ഖ് അബുൽ ഹസൻ അലി നദ്വി, മൗലാന മൻസൂർ നൊഹ്മാനി മരണപ്പെട്ടപ്പോൾ അതിൻ്റെ അനുശോചന യോഗത്തിൽ പറഞ്ഞു, ഉദ്കുറു മഹാസിന മൗതാക്കും വക്തദു ഹസനാതിഹി വഅമലു ബിഹ. മരണപ്പെട്ടവരുടെ നന്മകളെ നിങ്ങൾ പറയണം. വക്തദു ബിഹ,
അതിനെ അനുകരിക്കാൻ പറ്റുന്നെങ്കിൽ അവരുടെ നന്മകൾ നിങ്ങൾ അനുകരിക്കണം. വഅമലു ബിഹ, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് കൊണ്ടുവരികയും ചെയ്യണം. ആ അർത്ഥത്തിൽ എൻ്റെ പിതാവുമായിട്ട് വളരെ അധികം ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് 2-3 സംഗതികൾ മാത്രമാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, 6ാം ക്ലാസ് വരെ 6th ഫോറം വരെ മാത്രം വിദ്യാഭ്യാസമുള്ള MA ഹുസൈൻ സാഹിബ് ചെയ്ത ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കൾക്കും നല്ല ഉയർന്ന വിദ്യാഭ്യാസം നൽകി എന്നതുള്ളതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പലപ്പോഴും എന്നോട് പറയുകയായിരുന്നു, ബീഡിക്ക് എണ്ണം കൊടുക്കുന്ന സമയത്ത് ഈ ഒരാൾക്ക് കൊടുക്കേണ്ട അത്ര എണ്ണം ബീഡി കെട്ട് തികയാത്തത് കാരണം യൂസുഫ് കാർഡ് എടുത്തുനിന്ന് കടം വാങ്ങിയിട്ടാണ് ബീഡിയുടെ എണ്ണം തികയ്ക്കുക. അന്ന് 12 രൂപയായിരുന്നു അദ്ദേഹത്തിന് കൂലി. ആ 12 രൂപ ദിവസ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ 4 മക്കളെയും അദ്ദേഹത്തിന് കഴിയാവുന്നത്ര വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞു എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഈ നാട്ടിലിരിക്കുന്ന പല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ദൂരെ താമസിക്കുന്ന ജോലി ചെയ്യുന്ന എന്നെ അദ്ദേഹം നിരന്തരം അറിയിക്കും. ആ അറിയിക്കുന്നതിലധികവും, നീ അറിഞ്ഞോ, ഇന്നാൾ മരണപ്പെട്ടു, ഇന്നാളും മരണപ്പെട്ടു, എല്ലാം പ്രസ്ഥാനവുമായി. പള്ളിയിൽ ഇന്നത് സംഭവിച്ചു, മോഡസൻ്റെ സ്കൂളിൽ ഇന്നത് സംഭവിച്ചു, അൽമനാർ മദ്രസയിൽ ഇങ്ങനെയായി, കോളേജിൽ ഇങ്ങനെ. ഇതല്ലാതെ കുടുംബ വിഷയങ്ങളൊന്നും അദ്ദേഹം എന്നോട് പറയാറില്ല. ഇതന്നെയാണ് പറയുക. നീ ഉസ്മാൻ സാഹിബ് അവിടെ എന്തായി, മുമാലി സാഹിബ് ഇവിടെ എന്തായി, പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ പ്രസ്ഥാന പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചു വിട്ടുന്നത്. രണ്ടാമത്തെ ഞാൻ അദ്ദേഹത്തിൽ മനസ്സിലാക്കിയത് വളരെയധികം ക്ഷമയും തവക്കുലുമാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം വീണ് ഒരു കുതികാലിൽ 12 പൊട്ടും, മറ്റേ കുതികാലിൽ 9 പൊട്ടും. അദ്ദേഹം അന്ന് കാസർഗോഡ് ജോലി ചെയ്യുന്ന ഞാൻ ഇദ്ദേഹത്തെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ഡോക്ടറും മര്യാദയ്ക്കില്ല. ഡോക്ടർ കബീറുമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് തൽക്കാലം വേദനയ്ക്കുള്ളൊരു മരുന്ന് നൽകി RV ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഓപ്പറേഷൻ ചെയ്ത് തരാം, 2 ലക്ഷം രൂപ തരികയാണെങ്കിൽ നടത്തി തരാമെന്ന് പറയുന്നുണ്ട്. നമ്മളതിന് സമ്മതിക്കുന്നു. 2-3 ദിവസം അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ വൈകിയ സന്ദർഭത്തിൽ അദ്ദേഹം വേദന വളരെ ശക്തിയായിട്ടുണ്ടായിട്ടും ഒരു രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഈ വീഴുന്നതിൻ്റെ അവസാനം വരെയും ആ തഹജ്ജുദ് നിസ്കാരം അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും ചില ഘട്ടങ്ങളിൽ രാത്രി എഴുന്നേറ്റ് ഒറ്റയ്ക്ക് 3 മണിക്കൊക്കെ പള്ളിയിൽ വന്ന് തഹജ്ജുദ് നമസ്കാരത്തിന് സുബഹിക്ക് മുന്നേ വരികയും, അത് പലരും എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഒന്ന് പറയണം, ഇങ്ങനെ വരരുത് എന്ന് പറയണം എന്നൊക്കെ സൂചിപ്പിക്കുമെങ്കിലും അദ്ദേഹം നമസ്കാരത്തിൻ്റെ വിഷയത്തിലോ പള്ളിയുടെ വിഷയത്തിലോ നമ്മളത് പറയുമ്പോൾ മൗനം പാലിക്കുക എന്നതിനപ്പുറം അദ്ദേഹം ആ പതിവ് തുടർന്നു കൊണ്ടേയിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയത് അദ്ദേഹം പള്ളിയുടെ ഒരു കുറിയുമായി ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞത്, കുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു കുറി കിട്ടിയ ആൾക്ക് പൈസ കൊടുത്തു. പക്ഷെ അതിലെന്തൊരു ഒപ്പിട്ട് വാങ്ങാൻ മറന്നുപോയി. പക്ഷെ ആ കിട്ടിയ വ്യക്തി അത് തന്നിട്ടില്ല എന്ന് നിഷേധിച്ചു. പിന്നീട് അത് അദ്ദേഹം കൊണ്ട് കൊടുത്തു. 1 വർഷത്തിന് ശേഷമോ 2 വർഷത്തിന് ശേഷമോ അന്ന് തുടങ്ങിയ തഹജ്ജുദ് നിസ്കാരമാണ്. പിന്നീട് അദ്ദേഹം മരണം വരേക്കും അതെന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹം അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് രണ്ടാമത്തത്, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് ദീനി കുടുംബത്തിൽ നിന്നൊന്നും വളർന്ന ആളല്ല. പക്ഷെ ഉമ്മ ഒരു ദീനി ഉമ്മയായിട്ടും അല്ലെങ്കിൽ ഖുർആനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിൽ അതിലൊരു പക്ഷേ വലിയ കാരണക്കാരൻ വാപ്പയാണ് എന്നതിൽ സംശയമില്ല. ഒരുപക്ഷെ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഞാനിങ്ങനെ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ റിയാദു സ്വാലിഹീൻ നിസ്കരിക്കുന്ന പായയിൽ തന്നെ വെച്ചുകൊണ്ട് റിയാദു സ്വാലിഹീൻ ഇങ്ങനെ പാരായണം ചെയ്യും. തൊട്ടടുത്ത് ഉമ്മയും സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവും. ആ റിയാദു സ്വാലിഹീൻ മുഴുവനായും വായിച്ചു തീർത്തു എന്നതാണ്. ഒരുപക്ഷെ നമ്മൾ എത്ര പേർക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ ആ മനുഷ്യൻ കേവലം 6th ഫോറത്തിൽ വരെ പഠിച്ച, ഇസ്ലാമിയ കോളേജുകളിൽ പഠിക്കാത്ത, കേവലം മദ്രസ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ റിയാദു സ്വാലിഹീൻ മുഴുവനായിട്ടും
വായിച്ച് തൻ്റെ പ്രിയതമയെ പൂർണ്ണമായിട്ടും അത് കേൾപ്പിച്ചു എന്നുള്ളത് ഒരു സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മ ഒരു ദീനിയായിട്ട് ഉള്ള ഉമ്മയായിട്ട് മാറാനും കഴിഞ്ഞത്. അതേപോലെ തന്നെ അത്തയുടെ കുടുംബങ്ങളിൽ പോയാൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അത്തയുടെ പെങ്ങന്മാരുടെ വീടുകളിൽ എന്നെയും കൂട്ടിയിട്ടാണ് പോവുക. പാലക്കാടുള്ള, കൊടുവായൂരുള്ള, വടക്കഞ്ചേരിയുള്ള. അവിടെ പോയാൽ കുളമാമ വന്നു എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ കൂടും, സ്ത്രീകൾ. ഇവർക്കെല്ലാവർക്കും ഫിഖിഹിയായ കുറേ ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പം ഞാൻ പറയണ്ട, ഞാൻ വാപ്പാനോട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചു? ഇസ്ലാമിയ കോളേജിൽ പഠിച്ചിട്ടില്ല, മദ്രസയിൽ പഠിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ഒരു ഇസ്ലാമിക വിഷയത്തിൽ അല്ലെങ്കിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ നല്ല ബോധമുണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഉസ്മാൻ സാഹിബ് സൂചിപ്പിച്ചത് മൗദൂദി കമ്പനിയായിരുന്നു. മൗദൂദി കമ്പനിയിൽ ഒരു ദിവസത്തിൽ ഒരാൾ അങ്ങനെ വായിക്കും അത്രേ പ്രബോധനം. അയാൾക്ക് അന്നത്തെ കൂലി മറ്റുള്ളവരെല്ലാവരും ചേർന്ന് കൊടുക്കും. അത് വായിക്കുന്നവരാണ്. ആ മൗദൂദി കമ്പനിയിലെ അവസാനത്തെ വ്യക്തി കൂടിയാണ് ഇപ്പോൾ ആ പരമ്പര പൂർത്തിയായത് എന്നാണ്. മൗദൂദി കമ്പനിക്ക് ശേഷം അദ്ദേഹം വന്നത് ഹുസനാർ സാഹിബിൻ്റെ ഈ ഉമർ സാഹിബിൻ്റെ ഈ കമ്പനിയിലാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നൂറ് താത്തയാണെങ്കിലും പിന്നെ ഹൈറു താത്തയാണെങ്കിലും ലൈല താത്തയാണെങ്കിലും ഇവരെക്കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററിയും എനിക്ക് പറഞ്ഞു തരും. അവർ TTCക്ക് പഠിക്കുകയാണ്, പിന്നെ മൂവാറ്റുപുഴ വിമൻസ് ഇസ്ലാമിയ കോളേജിൽ പഠിക്കുകയാണ്. ലൈല താത്ത ടീച്ചറാണ്. ഇതൊക്കെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് തരുന്ന വിഷയം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ശാന്തപുരത്ത് ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അലി സാഹിബിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. മുഹമ്മദ് അലി സാഹിബിനെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ മുഹമ്മദ് അലി സാഹിബ് എനിക്കൊരു എഴുത്ത് തന്നു. പേടി കൊണ്ട് ഞാനത് തുറന്നു നോക്കിയില്ല. വീട്ടിലെത്തിയിട്ട് തുറന്നു നോക്കിയപ്പോൾ ഒരു അച്ചടിച്ച പോലുള്ള ഒരു എഴുത്ത്. ഇൻ്റർവ്യൂ സമയത്ത് AK അബ്ദുൽ ഖാദർ മൗലവിയും ശാന്തപുരം ഇൻ്റർവ്യൂ സമയത്ത് AK അബ്ദുൽ ഖാദർ മൗലവിയും MM പറഞ്ഞത്, രണ്ടാമതൊരു മുഹമ്മദ് അലി ആകുമോ എങ്കിൽ നിനക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് മുഹമ്മദ് അലി സാഹിബിൻ്റെ അടുത്തെത്താൻ പോലും ആയിട്ടില്ലെങ്കിൽ പോലും അത്ത എന്നെ കൊണ്ട് ഒരു വ്യക്തിയെ ബന്ധപ്പെടുത്തുകയും ആ വ്യക്തി പിന്നീട് നിരന്തരമായിട്ട് മജ്ലിസിൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവചരിത്രവും യാത്രകളിലൂടെ എനിക്ക് പറഞ്ഞു തരികയും വിവരിച്ചു തരികയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് അലി സാഹിബ്. ഒരുപക്ഷെ എൻ്റെ വളർച്ചയിൽ നിർണായകമായ അത്തയോടൊപ്പം പങ്കുവച്ച ഒരു വ്യക്തി കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ പിന്നെ ഖുർആൻ പാരായണം, അത്താൻ്റെ ഖുർആൻ പാരായണം അവസാനം വരെയും ടോർച്ചടിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു. അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ എനിക്ക് അറിയോ എന്ന് പരീക്ഷിക്കാനാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇതിൻ്റെ തജ്വീദ് എന്താണ്? ഞാൻ പറഞ്ഞ മദ്രസയിലൊക്കെ പഠിപ്പിച്ച അത്താക്ക് ഇത് അറിയാലോ, പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നത്? എനിക്കറിയാനാണോ എന്ന രൂപത്തിൽ ഖുർആൻ കൊണ്ടുവന്നിട്ട് അവിടെ ഇത് ആമാണോ അതോ ഇൽഹാറാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ പരീക്ഷിക്കുന്ന പരിപാടിയൊക്കെ അത്താക്കുണ്ട്. ആ ഖുർആനുമായിട്ടുള്ള ബന്ധം അദ്ദേഹം അവസാനം എന്നോട് പറയും, കണ്ണ് കാണുന്നില്ല, വായിക്കാൻ പറ്റണില്ല, പ്രബോധനം, അതേപോലെ തന്നെ ഈ ഖുർആന്, ഇസ്ലാമിക സാഹിത്യങ്ങൾ, ഇതൊക്കെ വായിക്കാൻ അവസാനം ഒരു പ്രസ്ഥാന പ്രവർത്തകൻ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സാ സഹായമൊക്കെ നൽകി കണ്ണിൻ്റെ കാഴ്ച വീണ്ടെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒരുപക്ഷെ വീണ്ടും അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സഹജമായ ചില കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ വിഷമം അദ്ദേഹത്തിന് അവസാനം വരെ ഉണ്ടായിരുന്നു. മറ്റൊന്ന് ഇബാദത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 2 റമദാനിന് മുമ്പ് റമദാനിൽ ഒരിക്കൽ ഒരു ദിവസം നോമ്പെടുത്ത് തളർന്നിട്ട് അദ്ദേഹം ടോയ്ലറ്റിനുള്ളിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. നോമ്പെടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പോലും ആ സമയത്ത് നോമ്പെടുത്ത് ഞാൻ പറഞ്ഞു കഫാറത്ത് കൊടുക്കാം, എത്രയും നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമില്ല. അപ്പോൾ പോലും ആ സന്ദർഭത്തിലും നോമ്പ് എടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ അവശനായ സന്ദർഭത്തിൽ നോമ്പെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം താല്പര്യപൂർവ്വം കണിശത പുലർത്തിയിരുന്നു. പള്ളിയുമായി ഉള്ള ബന്ധം എന്ന് പറയുന്നത് നാളെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് പള്ളിയുമായിട്ട് നിരന്തരമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ, ഇന്ന് 40ഉം 50ഉം ഒക്കെ ഉരുവിനെ അറുത്ത് ഉലുഹിയ്യത്ത് അറുക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് നമുക്കുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സി ഇബ്രാഹിം സാഹിബ്, പിന്നെ സി ഹനീഫ സാഹിബ്,
അതേപോലെ തന്നെ പൂനേലി കമ്പനിയിലുണ്ടായിരുന്ന നൂർ സാഹിബ്, ഇവരൊരു ചെറിയ കൊട്ടയിൽ തേക്കിൻ്റെ അലിയിൽ പൊതിഞ്ഞ അരക്കില ഇറച്ചിയുമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇവർ ഈ 4 പേരാണ് വിതരണം ചെയ്യുക. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ആ കാലഘട്ടത്തിൽ നിന്നും മാറി ഇസ്ലാമിക പ്രസ്ഥാനം 40ഉം 50ഉം ഉരുക്കളെ അറുത്ത് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഫർക്ക സമ്മേളനം ഒറ്റപ്പാലത്തേക്ക് നടന്നുപോയ ചരിത്രമൊക്കെ. ഇത്രയും ഞാൻ പറയുന്നെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രസ്ഥാനവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ലേഖനം എഴുതണം എന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിക വിജ്ഞാനകോശം ആലത്തൂരിനെ കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകളെ സമീപിച്ചു. ഈ അടുത്ത കാലത്ത് മോഡൽ സെൻട്രൽ സ്കൂളിൽ ഇറക്കുന്ന വാർഷികത്തോടോ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ ഇവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചെടുക്കുന്ന ഒരു മാഗസിനിലേക്ക് ഒരു ആർട്ടിക്കിൾ എഴുതാൻ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഇവിടുത്തെ പല ഇസ്ലാമിക പഴയ പ്രസ്ഥാന പ്രവർത്തകരെയും നേരിൽ കണ്ട് ഇൻ്റർവ്യൂ എടുക്കുകയും ഒരു ലേഖനം എഴുതി കുമാൻ സാഹിബിനെ സമർപ്പിക്കുകയും ചെയ്തു. അതിൽ ഈ അത്തയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ പറഞ്ഞിരുന്നു. അതാണ് ഒറ്റപ്പാലത്തിൽ നിന്ന് ഫർക്ക സമ്മേളനത്തിൽ, ആലത്തൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് ഫർക്ക സമ്മേളനത്തിലേക്ക് നടന്നുപോയ ചരിത്രമൊക്കെ. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ നമ്മളെപ്പോലുള്ള ഇസ്ലാമിക പ്രവർത്തകർക്ക് അതൊക്കെ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ അവർക്കൊക്കെ അത് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് ചോദിക്കും, എന്താ റുക്കിനാകാത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നൊരു സംഗതി, റുക്കിനൊക്കെ വലിയ ഉത്തരവാദിത്തമുള്ള സംഗതിയാണ്. ഇനി അതായിട്ട് അതിൻ്റെ പാപഭാരം കൂടി അള്ളാഹിനോട് പറയേണ്ടി വരുമല്ലോ. ഇതിനെന്നെ ഇപ്പം എത്രയോ പടച്ചവനോട് പറയേണ്ടി വരും മറുപടി. ശരിക്കും ഒരു കാർക്കൂൻ എന്ന നിലയിൽ തന്നെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നത്. പക്ഷെ ഞാൻ റുക്കിനായി കാണണം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. എൻ്റെ റുക്കിൻ അപേക്ഷ ഇങ്ങനെ വൈകി പോയപ്പോൾ പലപ്പോഴും വീട്ടിൽ വരാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം വന്നാൽ ചോദിച്ചും വല്ല എഴുത്തും വന്നോ, അമീറിൻ്റെ വല്ല വിവരവും വന്നോ, എന്താ ഈ റുക്കിനിൻ്റെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാനിത് ഇസ്ലാമിക പ്രസ്ഥാന നേതാക്കന്മാർ പി അബ്ദുറഹ്മാൻ സാഹിബിനോടും അത് VT അബ്ദുള്ള കോയ തങ്ങളോടും ഒക്കെ ഈ വിഷയം പറഞ്ഞു, നിങ്ങൾ എൻ്റെ റുക്കിൻ ഇങ്ങനെ വൈകിക്കുന്നു, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്ന്. അവസാനം വീട്ടിൽ തന്നെ എന്നെ നേരിട്ട് വിളിക്കുകയും എൻ്റെ റുക്കിന് സ്ഥാനം ശരിയായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയുന്ന, അത്ത ശരിയായിട്ടുണ്ട്, ഇനി മനസ്സമാധാനമായില്ലേ എന്ന് പറയുന്ന ഒരവസ്ഥ. സ്വന്തം അദ്ദേഹം റുക്കിനായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മക്കളെ അങ്ങനെ ആക്കണമെന്ന് അദ്ദേഹത്തിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അത്തയുമായുള്ള ഒരുപാട് ഞാൻ വീഡിയോ കോളിലൊക്കെ ഈ അത്ത വീഴുന്നതിന് മുമ്പുള്ള തലേദിവസം ഞാൻ ഇവിടെ വന്ന് അത്തയുടെ അടുത്തിരുന്ന് കുറേയൊക്കെ പറഞ്ഞു കൊടുത്ത്, BP ലോ ആണ്, പോകരുത്, എവിടെയും എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം, ഭക്ഷണം കഴിക്കണമൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തെത്തി. 1 മണിക്കെത്തി, 2:30 3:30 എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നു, നീ അറിഞ്ഞോ അത്ത വീണു എന്ന് പറഞ്ഞു. അപ്പം തന്നെ അത്താനോട് ഞാൻ പറഞ്ഞിരുന്നു ആ സന്ദർഭത്തിൽ, അത്ത ഇനി ഒരു വീഴ്ച കഴിഞ്ഞാൽ ഇനി ഈ പ്രായത്തിൽ രണ്ടാമതൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും അത്തക്കുള്ളൊരു ക്ഷമയുണ്ട് ഈ വേദന കടിച്ചമർത്താനാണ്. ആ വേദന സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ ഞാൻ കണ്ടത് ഒരുപക്ഷെ ഇപ്പോൾ ക്രസന്റ് ഹോസ്പിറ്റലിലാണ്. ഞാൻ വിളിക്കുമ്പോഴും കൈ ഇങ്ങനെയൊക്കെ ആക്കും, എങ്കിലും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് കാർഡിയോ തൊറാസിക് വാൾവ് എന്ന് പറയുന്ന ഒരു വാൾവ് വീക്കം സംഭവിക്കുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. നോക്കണം, അള്ളാഹുവിൻ്റെ ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. അതേ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്കൊരു അജലുണ്ട്, ആ അജല് എത്തുന്നത് വരെ. 2016 വാപ്പാക്ക് നെഞ്ചുവേദന വന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞത് 6 മാസം വരെയേ ജീവിക്കാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ അർജൻറ്റായിട്ട് ഇതിനെന്തെങ്കിലും പറയും. 6 മാസം 2016 കഴിഞ്ഞിട്ട് 2026 വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അധികമായിട്ട് ബോണസായിട്ട് തന്നെ ദുനിയാവിൽ ജീവിക്കാനുള്ള അവധി നീട്ടി നൽകി എന്നുള്ളതാണ്. അതിനിടയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇക്ര ഹോസ്പിറ്റലിലും ഒക്കെ അദ്ദേഹത്തെ കൊണ്ട് കാണിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലൊക്കെ എല്ലാ ഡോക്ടർമാരും ഇതിന് പറഞ്ഞത് ഒരു വലിയ ഓപ്പറേഷനാണ്. പക്ഷെ ആ റിസ്കി ഓപ്പറേഷൻ ആ പ്രായത്തിൽ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്ര കാലം ദീർഘമായിട്ട് അള്ളാഹു ആയസ് നൽകിയതിൽ തന്നെ അള്ളാഹുവിനോട് ഒരുപാട് നന്ദിയുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ.
അദ്ദേഹത്തിൽ നിന്ന് അനുകരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ജീവിതത്തിൽ അനുകരിക്കുക എന്നുള്ളതാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത്. കേവലം നമ്മളിവിടെ അനുസ്മരിക്കുക എന്നതിനപ്പുറം അതിൽ നിന്ന് നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ടുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ മകൻ എന്ന നിലയ്ക്ക് ഞാനും, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എന്ന നിലയ്ക്ക് നിങ്ങളും, പിന്നെ ഒന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഗതി പ്രാർത്ഥിക്കുക എന്നതാണ്. നാളെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫിഖ്ഹിയായ കർമ്മശാസ്ത്ര വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ പറ്റുന്നവരൊക്കെ ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുമ്മ യസ്സിർ ഹിസാബഹു വസക്കിൽ മവാസീനഹു വസബ്ബിത് ഖദമഹു അല സിറാത്ത് യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, അദ്ദേഹത്തിൻ്റെ വിചാരണ നീ എളുപ്പമാക്കണമേ. വസക്കിൽ മവാസീനഹു, അദ്ദേഹത്തിൻ്റെ തുലാസ് നീ ഭാരം കൂട്ടണമേ. വസബ്ബിത് ഖദമഹു അല സിറാത്ത്, ആ സിറാത്ത് എന്ന പാലത്തിൽ അദ്ദേഹത്തിൻ്റെ കാല് നീ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുമ്മ ഇൽബിസുഹു മിൻ ലിബാസിൽ ജന്ന വശ്രിബുഹു മിൻ ശറാബിൽ ജന്ന വഅതീമുഹു മിൻ തആമിൽ ജന്ന. അല്ലാഹുമ്മ നവ്വിർ ഖബറഹു വഖബറനാ റൗളത്തൻ മിൻ റിയാദിൽ ജന്ന വലാ തജ്അൽ ഖബറഹു വഖബറനാ ഖുഫറത്തുൻ മിൻ ഖുഫറിൻ നീറാൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചെയ്യുന്ന ഒരാള് വേറെ ആളില്ല എന്ന് തന്നെ പറയാം. സുഖമില്ലാതെ കിടക്കുന്ന സമയങ്ങളിലും സയ്യിദ് അലി സാഹിബിനെ ബൈത്തുൽമാലിൻ്റെ കാര്യം ഏൽപ്പിക്കാൻ അദ്ദേഹം മറന്നിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നല്ല ഗുണങ്ങൾ ആർജിക്കുന്ന കൂട്ടത്തിൽ ഇതെല്ലാം നമ്മൾ ആർജിക്കണമെന്നാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളോടുള്ള ഒരു വാത്സല്യം ഹുസൈൻ സാഹിബിനെ പ്രത്യേകിച്ചിട്ടുണ്ട്. 1975 ഈ മൗദൂദി കമ്പനി എന്ന് പറയുന്നത് പിന്നീട് ഉമർ സാഹിബിൻ്റെ വാപ്പ നടത്തിയിട്ടുള്ള ലോക്കൽ ബീഡി കമ്പനി ആയിരുന്നു. അവിടുത്തെ ഒരു ബീഡി തെരപ്പുകാരനായിരുന്നു ഹുസൈൻ സാഹിബ്. എൻ്റെ പിതാവും ആ ബീഡി കമ്പനിയിൽ തെരച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ NEI സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇടവേളകളിൽ വാപ്പാനെ സഹായിക്കാൻ അവിടെ ബീഡി കമ്പനിയിൽ പോയിരുന്നു. അദ്ദേഹം അവിടെ ഉള്ളപ്പോൾ പഠനകാര്യങ്ങളിൽ അദ്ദേഹം അന്വേഷിച്ചറിയുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. കുട്ടികളോടും പഠിക്കുന്ന കുട്ടികളോടും പ്രത്യേകിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചറിയുക എന്നുള്ളത് ഹുസൈൻ സാഹിബിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കണ്ടിട്ടുണ്ട്. ഹൽക്ക യോഗങ്ങളിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വാദപ്രതിവാദങ്ങളിൽ ഇടപെടാനില്ലെങ്കിലും അവിടെ നടക്കുന്ന ഓരോ ചർച്ചകളും വളരെ ഗ്രഹമായി കാര്യക്ഷമമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങൾ പിന്നീട് പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇഹ്തിസാബി യോഗങ്ങളിൽ ഞങ്ങളോട് അന്വേഷിക്കാറുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തോട് എനിക്ക് കുശുമ്പ് തോന്നുന്ന, അസൂയ തോന്നുന്ന വിധത്തിലുള്ള മികവാണ് ഹുസൈൻ സാഹിബ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റംസാനിൽ 1-2 പ്രാവശ്യം ഖത്തം തീർക്കുമ്പോൾ ഇദ്ദേഹം ഒരു 15-16 പ്രാവശ്യം ഖത്തം തീർക്കുന്ന സ്വഭാവം. പ്രബോധനം ഒന്ന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ എന്നുവരെയുള്ള ഭാഗം മുഴുവൻ വായിച്ചു തീർക്കാതെ പ്രബോധനം ചുവട്ടിൽ വയ്ക്കുമായിരുന്നില്ല. പരന്ന വായന. 6th സ്റ്റാൻഡേർഡിൽ വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും വലിയ മതപണ്ഡിതന്മാരെ കൂടുതലേക്കാൾ അറിവും വിജ്ഞാനവുമായ അദ്ദേഹം നമ്മൾക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം വിശാലമാക്കി കൊടുക്കുകയും എല്ലാ പാപങ്ങളും പുറത്ത് പരിശുദ്ധമായ സ്വർഗത്തിൽ അദ്ദേഹത്തിന് ഇടം നൽകുകയും നാളെ അദ്ദേഹത്തെ കണ്ടുമുട്ടുവാനുള്ള അവസരം നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നോക്കിയിട്ട് റംലയല്ലേ എന്ന് ചോദിച്ചു. വളരെ സൗമ്യനാണെങ്കിലും കൂടിയിട്ട് വളരെ എന്താ പറയാ കൃത്യനിഷ്ഠയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എവിടെ വെച്ചായാലും കാര്യങ്ങൾ അന്വേഷിക്കുക. കുറെ ഒക്കെ മുമ്പൊക്കെ റോഡിലൊക്കെ വെച്ച് കാണാറുണ്ട്. അപ്പൊ കാര്യങ്ങൾ അന്വേഷിക്കുകയും മക്കളുടെ കാര്യം കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യമൊക്കെ അന്വേഷിക്കും.
അങ്ങനെ വളരെ എന്താ പറയാ നമ്മളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും എന്ന് നമുക്ക് തോന്നും. അതേപോലെ എല്ലാ ആളുകൾക്കും അത് തോന്നുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു സെബിയൊക്ക. ഞാൻ പോയി സംസാരിച്ചപ്പോ സെബിയൊക്കെ പറഞ്ഞ് വീണതിൽ പിന്നെ അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ട്. കാരണം അങ്ങോട്ട് പോകുമ്പോൾ സലാം പറയും, അതായത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ കാണും സെബിയൊക്കെ കിടക്കുന്നത്. ഇങ്ങോട്ട് പോകുമ്പോഴും സലാം പറയും. സലാം പറഞ്ഞിട്ട് നീ വല്ലതും കഴിച്ചോ, ചായ കിട്ടിയോ, അതായത് വളരെ എന്താ പറയാ ഒരു പിന്നെ പ്രായമായാലും ഭാര്യ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ അവോയ്ഡ് ചെയ്യാതെ നല്ല രീതിയിൽ പിന്നെ ആരോഗ്യത്തിന് വളരെ പ്രശ്നമുണ്ടെങ്കിലും കൂടിയിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ വളരെയധികം പിന്നെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീട് തിരക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ എന്റെ താത്തമാര് ഞങ്ങളൊക്കെ വളരെ ചെറിയ കാലത്ത് എൻ്റെ ഉപ്പയൊക്കെ ഉള്ള സമയത്ത് 2 താത്തമാരും ഇല വെട്ടി കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഇല താത്തമാര് വെട്ടിക്കൊടുക്കും, നൂത്താത്തി ഐശത്താത്തി. അപ്പൊ അവര് പറയാറുണ്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് എല്ലാ ആഴ്ചയിലൊരു ദിവസമാണ് അവർക്ക് കൂലി കൊടുക്കുക. ഒരുപാട് ആളുകളുടെ ഇലവെട്ടി കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഇലയുണ്ടാകും. പക്ഷെ ഏറ്റവും ആദ്യം കിട്ടുന്ന പൈസ ഇദ്ദേഹത്തിന്റെ പൈസയായിരിക്കും. അതിലൊരു പൈസ പോലും കുറവില്ലാതെ. കാരണം പിന്നെ ചിലപ്പോ ഇല കീറിയിട്ടുണ്ടാവും. അപ്പൊ അതില് ചിലപ്പോ മോശമായിട്ടുള്ള ഇലയുണ്ടെങ്കിൽ അതിനൊക്കെ മറ്റുള്ള ആളുകളൊക്കെ അതിനൊക്കെ പൈസ പിടിക്കുമ്പോൾ ഇദ്ദേഹം അതിനൊന്നും പൈസ പിടിക്കാതെ വളരെ പിന്നെ കണിശമായ രീതിയിൽ അതിന് കൂലി കൊടുക്കുന്ന ഒരു പതിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് വീട്ടിലെല്ലാം ചർച്ച ചെയ്യുന്ന, അതായത് വളരെ ബുദ്ധിമുട്ടുള്ള ഇന്നത്തെ കാലം പോലെയല്ല. അന്ന് ഈ പൈസ കിട്ടിയിട്ട് വേണം ജീവിതത്തില് പിന്നെ ജീവിതം മുന്നോട്ട് പോകാൻ, അരി വാങ്ങിക്കാന് ഈ കൂലി കിട്ടിയിട്ട് വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലൊക്കെ ഇങ്ങനെ പിന്നെ പഞ്ചോലിത്തിന്റെ കാര്യത്തില് ഞാനിപ്പോ ഞാൻ മരിച്ചതിന് ഞാൻ തലേദിവസം പോയിട്ട് അവിടെ കണ്ണൂര് പോയ സമയത്തായിരുന്നു വീണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ കോൾ വന്നത്. അപ്പൊ അവരോട് വിളിച്ചന്വേഷിച്ചപ്പോ പിന്നെ പറഞ്ഞത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടിയിട്ട് മറ്റുള്ള അതായത് ഒരുപാട് പ്രായമായി ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയായിരുന്നു. എന്നിട്ട് പോലും പിന്നെ ഡോക്ടർ മൻസൂർ ഡോക്ടർ പറയുന്ന ഞാൻ ഇത്രയും ധൈര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ധൈര്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ആ ഒരു പിന്നെ ആ ബുദ്ധിമുട്ടിൽ നേരിട്ടത് എന്നാണ്. അപ്പൊ നമുക്കൊക്കെ ഒരുപാട് അദ്ദേഹത്തിന് മാതൃകയുണ്ട്. നമ്മളൊക്കെ അത് കണ്ടിട്ട് വേണം നമ്മൾ പഠിക്കാൻ. കൃത്യനിഷ്ഠ കാര്യത്തിലായാലും പഞ്ചോത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടു പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കാണ് അതിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാതെ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ അവർ ഇവിടെ പിന്നെ നമുക്ക് ഇട്ടേച്ചു പോയ മാതൃകൾ നമ്മൾ പിൻപറ്റിക്കൊണ്ട് അവരെ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ സമയം. അപ്പോൾ അദ്ദേഹം ചരിത്ര കുട്ടികൾക്ക് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, അതായത് 9-10 വയസ്സുള്ള കുട്ടികൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനോടനുബന്ധമായി ഇത്തരം കാര്യങ്ങൾ ഹെർസഗോവിനയിലും ചെച്ചനിയയിലും ബോസ്നിയയിലും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന, മുസ്ലിങ്ങൾ പ്രയാസപ്പെടുന്ന അവസ്ഥ വളരെ അതിമനോഹരമായി ഇങ്ങനെ വിവരിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് ഈ ബോസ്നിയയും ചെച്ചനിയയും ഹെർസഗോവിനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അതൊന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ല. അതൊക്കെ കേട്ട് കുട്ടികൾ പഠിക്കണം എന്ന് ആ കാലഘട്ടത്തിൽ നമ്മളെക്കാൾ, അതായത് റഫീഖ് പറഞ്ഞ പോലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ, പഠിച്ചു വന്ന ആളുകളെക്കാൾ അതിമനോഹരമായി കുട്ടികളിലേക്ക് അറിവ് തിരിച്ചറിവായി നൽകിയ മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. ഒരുപാട് നന്മകൾ അദ്ദേഹത്തിലുണ്ട്. ഞാൻ ഒരു ഭാര്യാപിതാവ് എന്ന അർത്ഥത്തിലല്ല അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു പിതാവിനെ പോലെ, ഒരു ഗുരുനാഥനെ പോലെ. കൂടുതലൊന്നും സംസാരിക്കുകയൊന്നുമില്ല, സംസാരിക്കുന്ന അടുത്തിരുന്നിട്ടായിരിക്കും. വളരെ ഗൗരവമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. റഫീഖ് പറഞ്ഞ പോലെ ഫിഖ് അത്
ഏതെല്ലാം അറ്റങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പോകാൻ പറ്റും അതൊക്കെ ചോദിക്കും. അപ്പൊ മരിച്ചു പോകുമ്പോഴാണ് ഓരോ മനുഷ്യരുടെയും പ്രശംസ അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ നന്മകൾ പുറത്തു വരിക. ഇന്നലെ ഖബറിലേക്ക് 3 പിടി മണ്ണിടുമല്ലോ. മിൻഹാ ഖലഖ്നാകും, നിന്നെ ഈ പൊടിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് മനുഷ്യരെല്ലാം ചവിട്ടിക്കുഴച്ച് നടക്കുന്ന മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് മണ്ണിടുമ്പോൾ കണ്ണുനീർത്തുള്ളികളിൽ ചാലിച്ച മണ്ണായിരുന്നു ഇട്ടത്. വഫീഹാനു ഈദുക്കും, നിന്നെ ഇതിലേക്ക് തന്നെ മടക്കി. വമിൻഹാനുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, നിന്നെ ഇതിൽ നിന്ന് തന്നെ വീണ്ടും പുനർജീവിപ്പിക്കും എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചത്, ഞാൻ എൻ്റെ നെഞ്ചിലേക്കാണ് മണ്ണിട്ടത്. 3 പിടി മണ്ണും എൻ്റെ നെഞ്ചിലേക്കാണ് ഇട്ടത്, ഹുസൈൻ സാഹിബിൻ്റെ നെഞ്ചിലേക്കല്ല. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വീഴ്ചകൾ നമുക്കെല്ലാവർക്കും പറ്റിയിട്ടുണ്ടാകും. വീഴ്ചകൾ തിരുത്താനുള്ള ഒരു സന്ദർഭമായി മാറണം ഓരോ മരണവും, ഓരോ ഖബർ സന്ദർശനവും. നമുക്ക് നാളെ ഇതുപോലെ കടക്കേണ്ടി വരുമെന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കണം. എപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു മഹാ വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹം. അതായത് മരിക്കുന്നതിൻ്റെ തൊട്ടുള്ള തലേ ദിവസം സനൂജിയും ബുസ്നയൊക്കെ അടുത്തുള്ളുമ്പോൾ മൂപ്പര് തയമ്മം ചെയ്ത് ക്രസൻ്റ് ഹോസ്പിറ്റലിലെ ചുമരിൽ കൈവച്ച് തയമ്മം ചെയ്ത് 3 റക്അത്ത് നിസ്കരിച്ചു. വീണ്ടും നിസ്കരിക്കാൻ കണ്ടപ്പോൾ ബുസ്നയും സനൂജിയും പറയും, എന്തിനാത്ത 3 നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കൈ ആക്ഷൻ കാണിച്ചത്രേ. എന്നിട്ട് മൂപ്പര് 4 റക്അത്ത് കൂടി നിസ്കരിച്ചു. അവസാനം പറഞ്ഞു, ഞാൻ എൻ്റെ നമസ്കാരത്തെ ജമ്മാക്കിയതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം, ഇശാ നമസ്കാരം നിർവഹിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന്. അപ്പോൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഇത് വെറും വാക്കിന് വേണ്ടി പറയുന്നതല്ല, മരിച്ചത് കൊണ്ട് പ്രശംസ പറയുകയല്ല, നമുക്കൊരുപാട് മാതൃകകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയായത്. അദ്ദേഹത്തിന് പടച്ചതമ്പുരാൻ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാനുഷികമായ വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണശേഷം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ മരണവും വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, മരണത്തിൻ്റെ മാലാഖ എന്നെയും നിങ്ങളെയും പിടികൂടാൻ വരുമ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ എന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും വാക്കുമായി മാലാഖമാർ വന്ന് നഫ്സിനെ പിടിച്ചെടുക്കുന്ന, പട്ടുടയാടയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന അർത്ഥത്തിലുള്ള മരണം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹം മാരകമായ രോഗത്തിന് അടിമയായിരുന്നു. പക്ഷേ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് യൂറിൻ പുറത്തേക്ക് പോകാതായപ്പോൾ കാമിൽ ഡോക്ടറും പിന്നെ മൻസൂർ ഡോക്ടറും വന്ന് വയറിൽ തടകി നോക്കിയപ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി യൂറോളജിസ്റ്റിനെ കൊണ്ടുവന്ന് സ്കാനിങ് ചെയ്തപ്പോൾ മാരകമായ ക്യാൻസർ അദ്ദേഹത്തെ പിടിമുറുക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാരകമായ വേദനയിൽ നിന്ന് അദ്ദേഹത്തെ പെട്ടെന്ന് വിളിച്ചതാണ്. ഭാഗ്യമുള്ള മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കെല്ലാവർക്കും മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം സലാം ചൊല്ലിക്കൊണ്ട് നമ്മുടെ നഫ്സ് പിടിക്കുന്ന ഒരു അർത്ഥത്തിലുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം എല്ലാവരും കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 94 മുതൽ 32 വർഷത്തെ അടുത്ത പരിചയം
ഹുസൈൻ സാഹിബുമായിട്ട് എനിക്കുണ്ട്. ഞാനിവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് 55 വയസ്സായിരുന്നു. 2-3 വർഷത്തിന് ശേഷം ജമാഅത്തിൻ്റെ ഏരിയ ഓർഗനൈസറായിട്ടും അദ്ദേഹം ഹൽക്കയിലെ പ്രവർത്തകനായിട്ടും അങ്ങനെ വളരെ അടുത്ത ഒരു ബന്ധം പ്രവർത്തനത്തിലും അതേപോലെ തന്നെ പ്രാസ്ഥാനിക രൂപത്തിലും ഉണ്ടായി. വളരെയധികം സന്തോഷമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ. സാധാരണഗതിയിൽ നമുക്ക് ഒരു അനുയായി, ഒരു പ്രവർത്തകനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അത്രത്തോളം ആനന്ദകരമാണ് എന്ന് ഒരു മറയുമില്ലാതെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങേയറ്റം തൃപ്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്. ഏതാണ്ട് 30 വർഷത്തെ പ്രായവ്യത്യാസമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ നേരത്തെ ജംഷീദ് സാഹിബ് സൂചിപ്പിച്ച പോലെ വളരെ അങ്ങേയറ്റം അനുസരണയുള്ള ഒരു പ്രവർത്തകനായി വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ വിശുദ്ധ റമളാൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം നമുക്ക് ഒരു നല്ല മാതൃകയായി തീരേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും എല്ലാ സങ്കുചിത്വങ്ങളിൽ നിന്നും നമുക്ക് മുക്തരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പൂർണ്ണമായി തിരിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ആര് സ്വമനസ്സിന്റെ സങ്കുചത്തിൽ നിന്ന് ഇടുക്കത്തിൽ നിന്ന് മുക്തരാകുന്നുവോ അവരത്രേ വിജയം വരിച്ചവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മയും വിജയം വരിച്ചവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ അഭാവം കൊണ്ടുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് നമുക്കും അള്ളാഹു ചൊരിയുമാറാകട്ടെ. നാളെ അവന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ സന്തോഷപൂർവ്വം ഒത്തുചേരുവാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകി പരിപൂർണമായ സന്തോഷത്തോടു കൂടി അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒത്തുചേരുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.